നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കണക്കുകൂട്ടി സർക്കാർ. സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിശദീകരണവുമായി കായിക മന്ത്രി EP ജയരാജൻ. പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ വേണ്ട. സർക്കാർ മാറുമ്പോൾ കായിക തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകും. അഞ്ജുവിനെ മറയാക്കി കൗൺസിലിൽ അഴിമതിക്ക് നീക്കം നടക്കുന്നുവെന്നും ജയരാജൻ. അതേസമയം അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നീക്കം. ഈ മാസം അവസാനം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കായിക നിയമനത്തിൽ ഭേദഗതി കൊണ്ടുവന്നേക്കും. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഒരാഴ്ചക്കകം പുനഃസംഘടിപ്പിക്കാനും തീരുമാനം. അഞ്ജുവിനെ താഴെയിറക്കി തൽസ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്നത് മുൻ കൗൺസിൽ പ്രസിഡന്റ് TP ദാസനെ. സ്ഥാനമേറ്റെടുക്കാൻ TP സന്നദ്ധത അറിയിച്ചു. ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്നും പ്രതികരണം. കേന്ദ്രം കൂടെയുണ്ട്. ഡീസൽ വാഹന നിയന്ത്രണത്തിനെതിരായ സർക്കാർ നിലപാടിൽ പിന്തുണ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കോടതിയിൽ സംസ്ഥാനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിൽ ആശങ്ക അറിയിച്ച് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. 10 വർഷം പഴക്കമുള്ളതും 2000 cc മേലുള്ളതുമായ ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ട്രൈബ്യൂണൽ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഇന്നലെ. ട്രൈബ്യൂണൽ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമെന്നും കോടതി നിരീക്ഷണം. രാഹുൽ തീരുമാനിക്കും. കോൺഗ്രസിലെ തർക്കങ്ങൾക്ക് പരിഹാരം തേടി ത്രിമൂർത്തികൾ ഡൽഹിയിൽ. സോണിയയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് VM സുധീരൻ. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. പരാജയ കാരണങ്ങൾ സോണിയയെ ബോധ്യപ്പെടുത്തിയെന്നും KPCC അധ്യക്ഷൻ. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവരുമായി രാഹുൽ ഗാന്ധിയുടെ സമവായ ചർച്ച വൈകിട്ട് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ സാന്നിധ്യത്തിൽ. സംഘടനാ തലപ്പത്ത് നിന്ന് സുധീരൻ മാറണമെന്ന നിലപാട് A ഗ്രൂപ്പ് കടുപ്പിച്ചാൽ സ്ഥിതി സങ്കീർണമാകും. KPCC നേതൃത്വത്തിൽ നിന്ന് സുധീരനെ മാറ്റാൻ തൽക്കാലം ഒരുക്കമല്ലാത്ത ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ എന്ത് ഫോർമുല മുന്നോട്ട് വെക്കുമെന്നത് കൗതുകം. 3 നേതാക്കളും ഒരുമിച്ച് പോകാനുള്ള നിർദ്ദേശം നിലവിലെ സാഹചര്യത്തിൽ ഫലം കാണാനും പ്രയാസം. സ്വയം തിരുത്താൻ JDU. തിരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് JDUവിൽ ഭിന്നത രൂക്ഷം. സംസ്ഥാന കമ്മിറ്റിയിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടിട്ടും UDFൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചെന്ന് ആക്ഷേപം. പാർട്ടി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും ജനറൽ സെക്രട്ടറി ഷെയ്ഖ് P ഹാരിസും രാജിസന്നദ്ധത അറിയിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി നേതൃത്വത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളെ മാത്രം പഴിക്കാനാവില്ല. മുന്നണി മാറ്റം സംബന്ധിച്ച് പാർട്ടിയിൽ അഭിപ്രായം ഉയർന്നിട്ടും UDFൽ തുടർന്നത് പിളർപ്പൊഴിവാക്കാൻ. തിരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവിയിൽ എല്ലാ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് MP വീരേന്ദ്രകുമാർ. പാർട്ടിക്കേറ്റത് കടുത്ത പരാജയം. നേതാക്കളുടെ രാജി സംബന്ധിച്ച വിഷയം പിന്നീട് ചർച്ച ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണ്ണ ഗ്രാമിന് 2725 രൂപ, പവൻ 21,800 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.